ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ് മലയാളം കേരള പാഠാവലി ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യപേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്രാവശ്യം എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിർദ്ദേശങ്ങൾ നോക്കാം. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ്. ആ സമയത്ത് എല്ലാ പ്രവർത്തനങ്ങളും നന്നായി വായിക്കാനുള്ള സമയമാണ്. ആകെ 6 പ്രവർത്തനങ്ങൾ ഇട്ടുണ്ട്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും എഴുതണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എല്ലാവരും നിർബന്ധമായി എഴുതേണ്ടതാണ്. ബാക്കി 2 മുതൽ 6 വരെ ഉള്ളതിൽ ഏതെങ്കിലും നന്നായി അറിയുന്ന 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നിർദ്ദേശത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. അപ്പോൾ ഇവിടെ എ ജയകൃഷ്ണൻ എഴുതിയിട്ടുള്ള സ്വകാര്യം എന്നതിലെ കാഴ്ച എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 4 വരികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും താഴെയുള്ളത്. അപ്പോൾ നമുക്കിത് നോക്കാം. കാഴ്ച: കുന്നിന് മുകളിൽ നിന്നാലടിയിൽ കാണും കാഴ്ചകൾ ചെറുതാണ്. താഴെ വീടും മരവും തൊടിയും വച്ചുവെച്ചൊരു ചേലാണ്. അടിയിൽ നിന്ന് നോക്കിയാൽ കുന്നോ മാനം മുട്ടണ പോലെയാണ്. താഴെ പോകുന്നോരെയെല്ലാം നോക്കിയിട്ടങ്ങനെ നിരിപ്പാണ്. മഴ പെയ്യുമ്പോൾ തോന്നുമെനിക്ക് മഴയിലിറങ്ങി നടക്കണം. തിരുമുറിയാതെ പെയ്യും മഴയുടെ നൂല് മുറിച്ച് കടക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, കുന്നിന് മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ആ കാഴ്ചകളൊക്കെ ചെറുതാണെന്നും അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ അതിൽ ഇറങ്ങി നടക്കാനും അങ്ങനെയൊക്കെ തോന്നുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ വരച്ചു വെച്ചതുപോലെ തോന്നുന്നതെന്താണ്? വയലുകൾ, വീടും മരവും തൊടിയും, മഞ്ഞ്. ഏതാണ്? വീടും മരവും തൊടിയും എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം: കുന്ന് മാനം മുട്ടണ പോലെ എപ്പോഴാണ്? അടിയിൽ നിന്ന് നോക്കിയാൽ, മുകളിൽ നിന്ന് നോക്കിയാൽ, ദൂരെ നിന്ന് നോക്കിയാൽ. എവിടുന്ന് നോക്കുമ്പോഴാണ് കുന്ന് മാനം മുട്ടണത് പോലെ? ഉത്തരം അടിയിൽ നിന്ന് നോക്കിയാൽ. ഇനി സി: മഴ പെയ്യുമ്പോൾ എന്തു ചെയ്യാൻ തോന്നുന്നുമെന്നാണ് കവി പറയുന്നത്. എന്തു ചെയ്യാനാണ്? കാറ്റോൽക്കാൻ, മഴ കൊള്ളാൻ, വെയിലേൽക്കാൻ. എന്താ? മഴ കൊള്ളാനാണ് കവി പറയുന്നത്. അടുത്തത് ഡി ആണ്. താഴെ പോകുന്നവരൊക്കെ നോക്കിയിരിക്കുന്നത് ആരാണ്? കുന്ന്, കാട്, കവി. കുന്നാണ് ഉത്തരം. അതിലെ ലാസ്റ്റ് ചോദ്യമാണ്: മഴയിലിറങ്ങി നടക്കണം എന്നതിലൂടെ കവി ഉദ്ദേശിക്കുന്നതെന്ത്? പ്രകൃതിയെ അറിഞ്ഞു നടക്കാം, മാനം കാണാം, അമ്മ കുട വാങ്ങിത്തരും. ഏതാണ് ഇതിലെ ശരി ഉത്തരം? ഉത്തരം പ്രകൃതിയെ അറിഞ്ഞു നടക്കാം എന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം 2, ലഘുകുറിപ്പ്. തലക്കെട്ടുകൾ വായിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രനിലേക്ക് കുതിച്ചുയർന്ന് ചന്ദ്രയാൻ 3. ഇന്ത്യൻ പ്രതീക്ഷകൾ വാനോളം, മലയാള മനോരമ. ഇന്ദു തൊട്ട് ഇന്ത്യ, മാതൃഭൂമി. ദേശാഭിമാനിയിലുള്ളതാണ്. വിജയപഥത്തിൽ ഇന്ത്യ കുതിച്ചുയർന്ന് ചന്ദ്രയാൻ. മനുഷ്യശക്തിയിൽ വിശ്വാസമർപ്പിച്ച കവിയാണ് വയലാർ രാമവർമ്മ. പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കൽ ഇവിടെ കൂടി, വയലാർ. ഭൂമി സനാഥയാണ്. അപ്പോൾ ഭൂമി സനാഥയാണ് എന്നതിൽ ഉള്ള വരികളാണ് ഇവിടെ, 2 വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ തലക്കെട്ടുകളും വായിച്ചു. ഇനി ചന്ദ്രനിൽ മനുഷ്യൻ കാലെടുത്തു വെച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇനിയും മനുഷ്യൻ്റെ കാൽവെപ്പിനായി കാത്തിരിക്കുന്ന അമ്പിളിയുടെ പ്രതീക്ഷകൾ എന്തെല്ലാമായിരിക്കും? ലഘുകുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് അമ്പിളിയുടെ പ്രതീക്ഷകൾ. ചന്ദ്രനിൽ മനുഷ്യൻ്റെ കാൽവെപ്പിനെ കുറിച്ചിട്ട് ഇനിയും മനുഷ്യൻ ആ കാൽവെപ്പിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ അമ്പിളി കാത്തിരിക്കുമ്പോഴുള്ള പ്രതീക്ഷകൾ എന്താണെന്ന് എഴുതാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതൊരു ലഘുകുറിപ്പായി എഴുതുക. അപ്പോൾ അമ്പിളിയുടെ പ്രതീക്ഷകൾ നോക്കാം.
ചന്ദ്രയാൻ 2ഉം ചന്ദ്രയാൻ 3ഉം എന്ന ലക്ഷ്യമാക്കി വന്ന വാഹനങ്ങളാണ്. എൻ്റെ ദക്ഷിണ ധ്രുവ മേഖലയാണ് ചന്ദ്രയാൻ 3 വന്നിറങ്ങിയത്. ഈ ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നതിൻ്റെ മറുവശമാണ്. നിഴൽ പ്രദേശമായ ഇവിടെ അധികമാരും എത്തിയിട്ടില്ല. വിക്രം സാരാഭായുടെ പേരിലുള്ള വിക്രം ലാൻഡറും അറിവ് എന്നർത്ഥമുള്ള പ്രഗ്യാൻ റോവറും ഇവിടെ എത്തി ഫോട്ടോകൾ എടുത്തു. ചന്ദ്രനിൽ മനുഷ്യനെത്തി താമസം തുടങ്ങുന്ന ദിവസം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്. അതാണ് എൻ്റെ വലിയ പ്രതീക്ഷ. അപ്പോൾ ഇങ്ങനെയാണ് അമ്പിളിയുടെ പ്രതീക്ഷ നമുക്ക് എഴുതാവുന്നതാണ്. ഇനിയും നിങ്ങൾക്കിത് കൂട്ടിച്ചേർത്തിട്ട് എഴുതാവുന്നതാണ്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് പ്രപഞ്ച ഗോപുരവാതിൽ. അതിനെ പിരിച്ചെഴുതുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഗോപുരവാതിൽ എന്നാകും. ഇതുപോലെ നാദതരംഗം എന്ന പദം എങ്ങനെ എഴുതാം? അപ്പോൾ നാദതരംഗം എന്നത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയൊക്കെ എഴുതാം എന്നതാണ്. അപ്പോൾ ഇവിടെ നാദവും തരംഗവും, നാദത്തിൻ്റെ തരംഗം, നാദത്തോടുള്ള തരംഗം. ഇതിലേതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം നാദത്തിൻ്റെ തരംഗം എന്നതാണ്. നാദതരംഗം എന്നത് പിരിച്ചിട്ട് എഴുതുമ്പോൾ നാദത്തിൻ്റെ തരംഗം എന്നായിട്ടാണ് മാറുക. ഇനി പ്രവർത്തനം 3 താരതമ്യക്കുറിപ്പ്. കാർത്യാനി അമ്മ ഗുഡ്വിൽ അംബാസിഡർ. 96ാമത്തെ വയസ്സിൽ 1ാം റാങ്ക് നേടി ലോകത്തെ ഞെട്ടിച്ച കാർത്യാനി അമ്മ ഇനി കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡർ. ഈ വിജയത്തിലൂടെ കാർത്യാനി അമ്മ കരസ്ഥമാക്കിയത് രാജ്യത്തെ ഏറ്റവും മുതിർന്ന സാക്ഷരതാ പഠിതാവ് എന്ന പദവിയാണ്. ഇനി 53 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന കോമൺവെൽത്ത് ലേണിംഗിൻ്റെ ഗുഡ്വിൽ അംബാസിഡറാണ് കാർത്യാനി അമ്മ. അടുത്തത് ഇന്നസെൻറ്റ്. ക്യാൻസർ വാർഡിലെ ചിരി എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഇന്നസെൻറ്റ് പറയുന്നു, ഇല്ല, മരിച്ചിട്ടില്ല. അടുത്ത കൊല്ലം മരിക്കണതിൻ്റെ റിഹേഴ്സലാ. ഞാൻ സിനിമാ നടനല്ലേ. ഞങ്ങൾ ഏതു രംഗം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ മുൻപേ ഒരു റിഹേഴ്സൽ എടുക്കും. 2 പ്രതിഭകളും കഷ്ടപ്പാട് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിച്ചത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ ഇന്നസെൻറ്റിൻ്റെ ഈ വരിയും അതുപോലെ തന്നെ കാർത്യാനി അമ്മയുടെ ജീവിത യാത്രയെ കുറിച്ചിട്ട് പറയുന്നതും രണ്ടും ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ടുള്ള താരതമ്യ കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ ഹരിപ്പാട് എന്ന സ്ഥലത്ത് ഒരു നിർധന കുടുംബത്തിലാണ് കാർത്യാനി അമ്മ ജനിച്ചത്. ചെറുപ്പത്തിലെ കൂലിപ്പണിക്ക് പോകേണ്ടി വന്നതിനാൽ സ്കൂളിൽ പോയി പഠിക്കുന്നതിന് കഴിഞ്ഞില്ല. എന്നാൽ തൻ്റെ 96ാമത്തെ വയസ്സിൽ കേരള ലിറ്ററസി മിഷന്റെ സാക്ഷരതാ പരീക്ഷയിൽ 1ാം റാങ്ക് നേടി. അതോടെ കാർത്യാനി അമ്മ കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുത്തു. വേണമെങ്കിൽ 96ാം വയസ്സിൽ പഠിച്ച് വിജയിക്കാമെന്ന് കാർത്യാനി അമ്മ കാണിച്ചു തന്നു. ക്യാൻസർ ബാധിച്ചു മരണാസന്നമായ ഇന്നസെൻറ്റ് തൻ്റെ ജീവിതാവസ്ഥയെ ഹാസ്യരൂപത്തിൽ സ്വീകരിച്ചു. ഇന്നസെൻറ്റിന് നിരാശയില്ല, പ്രത്യാശ മാത്രം. ഈ 2 പ്രതിഭകളും കഷ്ടപ്പാട് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിട്ടു. കാർത്യാനി അമ്മയ്ക്ക് 96ാം വയസ്സുവരെ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും വിജയം അവരുടേതായിരുന്നു. ഇന്നസെൻറ്റിൻ്റെ മനസ്സിലെ ദുഃഖം തമാശ രൂപത്തിൽ ഇല്ലാതാക്കി മുന്നേറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് താരതമ്യം ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ആദ്യത്തെ ഖണ്ഡികയിൽ നമ്മൾ കാർത്യാനി അമ്മയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ ഖണ്ഡികയിൽ ഇന്നസെൻറ്റ് എന്ന് പറയുന്ന പ്രതിഭയെ കുറിച്ചിട്ടും എഴുതുക. അതിനുശേഷം 3ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ ഇത് രണ്ടും കൂടെ താരതമ്യമായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് താരതമ്യം കുറിപ്പ് എഴുതേണ്ട രീതി എന്ന് പറയുന്നത്. പ്രവർത്തനം 4 കത്ത്. അങ്ങുന്നേ എൻ്റെ എല്ലാ നാശത്തിനും കാരണമായ ഈ ചെരുപ്പുകൾ കാണണേ. ഇത് കാരണം എനിക്കിനി തെണ്ടുകയല്ലാതെ വേറൊരു വഴിയുമില്ല. അതിനാൽ അങ്ങ് കനിവുണ്ടായി വിളംബരം ചെയ്യണം. ഖാസിം എന്ന കഥാപാത്രത്തിൻ്റെ സ്വാർത്ഥതയും പിശുക്കും അന്യരോട് സ്നേഹമോ പരിചയമോ കാണിക്കാത്ത മുരടൻ സ്വഭാവവും അയാളുടെ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. ഖാസിം എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാരനൊരു കത്തെഴുതുക. അപ്പോൾ കത്തെഴുതാനാണ് ഖാസിം എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾ വായിച്ചതും അതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടായ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരന് എഴുതേണ്ട കത്ത് രൂപത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ കത്തിൻ്റെ രൂപം നിങ്ങൾക്കറിയാം. അപ്പോൾ ആ രൂപം എഴുതുക. അതിനുശേഷം എന്താണ് നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കൂട്ടുകാരന് കത്തെഴുതുക. അപ്പോൾ ആദ്യം എന്താണ് കൂട്ടുകാരൻ്റെ പേര്, നിങ്ങൾ ആർക്കാണ് എഴുതുന്നത് ആ കൂട്ടുകാരൻ്റെ പേര് എഴുതുക. അതുപോലെ തന്നെ അയാളുടെ ക്ലാസ്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേര്, സ്ഥലം, തീയതി എന്നിവ എഴുതുക. അതിനുശേഷം
ഫസ്റ്റത്തെ ഖണ്ഡികയിൽ എന്താ പ്രിയപ്പെട്ട സുഹൃത്ത് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. നിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പറയേണ്ടത്. നിൻ്റെ വീട്ടുകാർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണെന്ന് കരുതുന്നു. നിൻ്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു. അങ്ങനെ ഫസ്റ്റത്തെ ഖണ്ഡിക അങ്ങനെ എഴുതാം. അതിനുശേഷം രണ്ടാമത്തെ ഖണ്ഡികയിലാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്നിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിലാണ് കാസിം എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതേണ്ടത്. അപ്പോൾ കാസിം എന്ന കഥാപാത്രത്തിൻ്റെ രൂപം, അതുപോലെ തന്നെ സ്വഭാവം, പിശുക്ക്, ആ ചെരുപ്പ് കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, ചെരുപ്പ് കൊണ്ട് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ദുരന്തങ്ങളൊക്കെ ചെറിയൊരു വിവരണം എന്ന രീതിയിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് നീ എനിക്ക് ഈ കത്തിന് ഒരു മറുപടി കത്ത് കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഈ കത്ത് ഞാൻ ചുരുക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ പേര് സ്നേഹപൂർവ്വം നിങ്ങളുടെ പേര്, ആരാണ് എഴുതുന്ന അയാളുടെ പേര്, അതുപോലെ തന്നെ ക്ലാസ്, സ്കൂളിൻ്റെ പേര്, സ്ഥലപ്പേര് എന്നിവ ചേർക്കുക. ഒരു ബോക്സിലായിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കത്ത് എഴുതേണ്ടത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ ആണ് അടുത്തത് നോക്കുന്നത്. സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും യാചകനെ പോലെ നടക്കുന്നു. ഈ പ്രസ്താവനയിൽ നിന്ന് കാസിമിൻ്റെ ഏത് സ്വഭാവമാണ് വെളിവാകുന്നത്? അത്യാഗ്രഹം, പിശുക്ക്, സത്യസന്ധത. ഇതിൽ പിശുക്ക് എന്ന് പറയുന്ന സ്വഭാവമാണ് ഇവിടെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് കാസിമിൻ്റെ സ്വഭാവം വെളിവാകുന്നത്. അപ്പോൾ ഉത്തരം പിശുക്ക്. പ്രവർത്തനം 5, കഥാപാത്ര നിരൂപണം. ഞാനങ്ങനെ ആഭരണം അണിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ആധാരപ്പെട്ടി ഏറ്റത്. ആഭരണം എന്ന പാഠത്തിലെ മുട്ടസ് നമ്പൂതിരിയെ ഓർമ്മയില്ലേ? മുട്ടസ് നമ്പൂതിരിയുടെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പം മുട്ടസ് നമ്പൂതിരിയുടെ കഥാപാത്ര നിരൂപണമാണ് എഴുതേണ്ടത്. അപ്പോൾ ആഭരണം എന്ന് പറയുന്ന പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് മുട്ടസ് നമ്പൂതിരിയെ കുറിച്ച് വരുന്നത് അതും അതുപോലെ തന്നെ സ്വഭാവ സവിശേഷതകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അതിലെ ബി ക്വസ്റ്റ്യൻ, വീട്ടിൽ വെണ്ണയുണ്ടെങ്കിൽ ആദ്യത്തേതും ഇല്ലെങ്കിൽ രണ്ടാമത്തേതും എന്ന് പറഞ്ഞതായ മുല്ലയുടെ ഭാര്യ മുല്ല ഭൃത്യൻ. ഉത്തരം മുല്ലയാണ് അങ്ങനെ പറഞ്ഞത്. അവസാനത്തെ പ്രവർത്തനം 6. എ ചോദ്യം, ശീർഷകം നൽകി ഔചിത്യം വ്യക്തമാക്കുക. അപ്പോൾ ഇവിടെ ഒരു കഥയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള തലക്കെട്ട് നൽകുക. ഇതിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. അവൻ കുറച്ചുകൂടി എൻ്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് വിളക്കുകൾ കത്തിച്ചു വെച്ചതുപോലെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ഒരു ചെറു പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിൽ വിരിഞ്ഞു. ഇവ പൂക്കളാണോ? അവൻ ഒട്ടും ദയ കൂടാതെ എന്നോട് ചോദിച്ചു. അതെ, ഞാൻ തീർത്തു പറഞ്ഞു. അവൻ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പൂക്കൾ വരയ്ക്കേണ്ടതെന്ന്. എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ അവനോട് പറഞ്ഞു. അവൻ ഒരു ചായ പെൻസിൽ എടുത്തു കടലാസിൽ 1-2 നേരിയ വരകൾ വരച്ചു. പിന്നെ അവൻ വേറൊരു ചായ പെൻസിൽ ഉപയോഗിച്ച് വരച്ചു. എന്തൊരത്ഭുതം! എൻ്റെ മുമ്പിലിതാ ഒരു ജീവനുള്ള മനോഹരമായ പുഷ്പം. ഒരു മാന്ത്രിക വടി വീശിയതു കൊണ്ടെന്ന് പോലെ കടലാസിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. കഥ വായിച്ചല്ലോ. കഥയ്ക്ക് ഉചിതമായ ശീർഷകം നൽകി ഔചിത്യം വ്യക്തമാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു തലക്കെട്ട് എഴുതുക. എന്തുകൊണ്ടാണ് അത് ഈ കഥയുടെ തലക്കെട്ടായി നിങ്ങൾക്ക് തോന്നിയതെന്നും അതിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ മാന്ത്രിക പൂക്കൾ എന്നെഴുതാം. അതിനെന്ത് ഔചിത്യമാണ്? മാന്ത്രിക പൂക്കൾ, ജീവനുള്ള മാന്ത്രിക പുഷ്പം വരയ്ക്കുന്ന രംഗമാണ് കഥയിൽ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് മാന്ത്രിക പൂക്കൾ എന്ന് പേര് ഞാൻ നൽകുന്നത്. അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇത് കുറച്ചും കൂടി വിശദീകരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അതിലെ ബി ചോദ്യമാണ്, കൃഷിവാഷ് എന്ന പാഠഭാഗം ഏത് രചനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഐതിഹ്യമാല, ടോട്ടോച്ചാൻ, ചിന്താസാഗരം. ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ടോട്ടോച്ചാൻ. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളും ചോദ്യങ്ങളുമായിരുന്നു ഇപ്രാവശ്യം 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കേരള പാഠാവലിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.